വാഹനങ്ങളോട് കമ്പം കൂടുന്നില്ലേ ഉള്ളൂ ആളുകൾക്ക്? തീർച്ചയായിട്ടും. കാരണം വാഹനത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഡേ ബൈ ഡേ അത്രയും വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു 10 വർഷം മുമ്പുള്ള വാഹനത്തിലെ ഫെസിലിറ്റീസ് അല്ല ഇന്നിപ്പോൾ മഹീന്ദ്രയിലും കിയയിലും പോലും അഡാസും മറ്റ് സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷൻ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു വാഹനമുണ്ട്, എനിക്ക് അടുത്ത വാഹനം വാങ്ങാനുള്ള ആഗ്രഹമാണല്ലോ. ചിലപ്പോൾ അത് ഫലം കാണാത്ത പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഒരു വരുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ഫിനാൻസ് ഇന്ന് ഇപ്പോൾ പ്രീ ഓൺഡ് കാറുകൾക്ക് ഫിനാൻസ് എല്ലാ ബാങ്കും കൊടുക്കുന്നുണ്ട്. ഏകദേശം ന്യൂ കാറിൻ്റെ അതേ ലെവലിൽ ഇന്ന് ഇത്, കാരണം ബാങ്കിനെ സംബന്ധിച്ചും ഇതിലൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ കാറ് വിൽക്കുമ്പോൾ 4 പ്രീ ഓൺഡ് വെഹിക്കിളാണ് വേൾഡിലൊരു സ്റ്റാൻഡേർഡ്. ഇന്ത്യ അത് 1:2 ഒക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ മേഖല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ CAGR 21% ഒക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിലോട്ട് വലിയ വലിയ ഭീമന്മാർ കടന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ലോൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അത് സെയിൽ ചെയ്താലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് പുതിയ കാറ് വാങ്ങുമ്പോഴും യൂസ്ഡ് കാറ് വാങ്ങുമ്പോഴും ഉള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കസ്റ്റമർക്കനുസരിച്ചാണ്. ഇപ്പോൾ നല്ല പ്രൊഫൈലുള്ളൊരു കസ്റ്റമറാണ്, നല്ല അദ്ദേഹത്തിന് നല്ല എന്താ ഇതിന് പറയുക, നമ്മുടെ സിബിൽ സ്കോറൊക്കെ ഉണ്ട്. ബാങ്ക് പുതിയ കാറിൻ്റെ പ്രൈസിന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിന് ലോൺ കൊടുക്കും. കസ്റ്റമറെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. അവർ വാഹനത്തിൻ്റെ 110% വരെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ലോഡ് വാങ്ങിയ കസ്റ്റമർ എനിക്കറിയാം. കസ്റ്റമർക്ക് പ്രൊഫൈലുണ്ട്. അപ്പോൾ ഇവർ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഇത്ര ലോൺ വേണം, ബാങ്ക് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ മേഖല അത്രയും സുതാര്യമായതും ഈ പ്രീ ഓൺഡ് മേഖല ഉയർന്നു വരാൻ ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. അത് ഒരു ഗുണമാണ് അല്ലേ? അതെ അതെ. നമുക്കും ഇവരോട് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാണ് അവര്. സിവിൽ നോക്കി തന്നെയാണ് ബാങ്ക് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ സെയിൽ ഉണ്ടല്ലോ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുകയും അത് പിന്നീട് ഇവിടുന്ന് വിൽപ്പനയും നടത്തുന്നല്ലോ. അപ്പൊ അതിനൊരു ടീം ഉണ്ടാവുമല്ലോ, അതിനൊരു ടീം. അത്തരം ടീമുകൾ നമ്മുടെ ഇവിടുത്തെ തന്നെ സ്റ്റാഫാണോ പുറത്തുനിന്നുള്ള ആളുകളാണ്? ഞങ്ങൾക്ക് ഇൻ ഹൗസ് ആണ് എല്ലാവരും. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 250 മെമ്പേഴ്സ് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന വലിയൊരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ ഈ ടീമിനെ വെച്ചിട്ടാണ് സെയിൽ. കസ്റ്റമർ നമ്മളിത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലത്തെ സംവിധാനം ഉണ്ട്. നമ്മൾ വാഹനങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, അതുവഴി ലീഡ്സ് വരും, അത് സംസാരിക്കും, പിന്നെ കസ്റ്റമർ വാക്കിനായിട്ട് വരും. ഇങ്ങനെ നമ്മൾ അവരായിട്ട് സംസാരിച്ച് ഡീലായി പോകും. അത് നമ്മൾ ടീമുണ്ട്, അത് ഓരോ ലെയറിൽ വളരെ വൃത്തിയായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളായിരിക്കും ഒരു മീറ്റിംഗ് ഉണ്ടാവുമല്ലോ സ്റ്റാഫുകളൊക്കെ ആയിട്ട്? ഒരു MD എന്ന നിലയിൽ സൂം മീറ്റിംഗ് ആയിരിക്കാം പല സ്ഥലത്തും. അങ്ങനെ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടോ? നമുക്കിപ്പോൾ ടീമിൻ്റെ മീറ്റിംഗ്, ഡെയിലി ടീം മീറ്റിംഗ് ഉണ്ട്. നമുക്കൊരു സിസ്റ്റത്തിലാണ് കമ്പനി വന്നത്. ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഞങ്ങളൊരു സിസ്റ്റം, ഒരു കൺസൾട്ടൻറ്റിന് എന്തെങ്കിലും ബോട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം, എന്തെങ്കിലും പ്രയാസം, അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ആ റിപ്പോർട്ട് ഡെയിലി എനിക്ക് കാണാനും പറ്റും. എന്തൊക്കെ പ്രയാസങ്ങളാണ് ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞത്. അപ്പോൾ ആ ലെയറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള റിപ്പോർട്ടിംഗ് വൃത്തിയിൽ മേലേക്ക് വരും. നമ്മൾ ആ റിപ്പോർട്ടിലാണ് വർക്ക് ചെയ്യുക. പിന്നെ മന്ത്ലിയാണ് ടീമായിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണുക. പിന്നെ ക്വാർട്ടർലി ഞങ്ങൾ കോർ ടീമായിട്ടിരിക്കും. പിന്നെ GMമാരായിട്ട് നമ്മൾ ഡെയിലി ഒരു ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ അവരായിട്ടുള്ള കൺവെർസേഷനാണ്. അപ്പോൾ പിന്നെ അതെ. അപ്പോൾ നമ്മൾ മൈക്രോ മാനേജ്മെൻറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ എന്ത് വിഷയങ്ങളുണ്ട് അവരോട് സംസാരിക്കും, അവരത് എക്സിക്യൂട്ട് ചെയ്തു തരിക എന്നല്ലാതെ നമ്മൾ താഴെ പോയിട്ട് ഒരിക്കലും അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആ കൾച്ചറില്ല. ഇപ്പോൾ ഇത്തരം ഒരു ബിസിനസ് കാരണം പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടാകും അല്ലേ? എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങൾ നമ്മൾ വാഹനങ്ങളുടെ ഒരു പ്രിയവും ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്? ഞാൻ ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാവിധ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് പോയിട്ടുള്ളത്. ഇനിയും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും. സത്യത്തിൽ ഈ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ആയതുകൊണ്ട് കൺട്രോൾ ചെയ്തുള്ള യാത്രകളുള്ളൂ. എന്നാലും യാത്രകൾ ഇഷ്ടം പോലെ ചെയ്യുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ ചിന്തിച്ചാണ് യാത്ര ചെയ്യുക. ഇപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? എൻ്റെ കയ്യിൽ ഡിസ്കവറി 5 എന്ന് പറഞ്ഞ ലാൻഡ് റോവറിൻ്റെ പ്രൊഡക്റ്റാണുള്ളത്. ഓൾ ന്യൂ ഡിസ്കവറി എന്ന് പറയും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ സ്റ്റോക്ക് നമുക്ക് തമിഴ്നാട്ടിൽ വിൽക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ 16% ടാക്സ്, ഇവിടെ 21%. അപ്പോൾ 5% പുതിയ കാറിൽ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ
ആ കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടാവും. പിന്നെ അവിടെ കേരള രജിസ്ട്രേഷൻ വാഹനം ഉപയോഗിക്കുമ്പോൾ നികുതി, പിന്നെ അവിടുത്തെ MVDയുടെ പ്രോബ്ലം. ഇപ്പോൾ പുറത്തുള്ള ടാക്സ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ വാഹനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ MVD തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് എല്ലാം അവർ ടാക്സിലാണല്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ ഏകീകൃതമായി വന്നാൽ ഒരു ഇപ്പോൾ പാൻ ഇന്ത്യ ഇപ്പോൾ 6% ആണ് ഗുജറാത്തിലെ ടാക്സ് എന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ 6% തൊട്ട് 21% വരെ റോഡ് ടാക്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഉള്ളൊരു പ്രൈസിങ്ങിലുള്ളൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ ഞാൻ കേട്ടത് ഒരു 10%, 12% എന്നുള്ള ഒരു ഏകീകൃത സംവിധാനത്തിലോട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. അല്ല, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ ആളുകൾക്ക് കൂടെ നല്ല വാഹനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇതൊരു രാജ്യമാണല്ലോ, ഇന്ത്യ ഒരു രാജ്യമാണല്ലോ. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഇന്നോവയുടെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിൽ ഇന്നോവ ഇല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് കൊടുന്ന് ഉപയോഗിക്കാം. പക്ഷേ ഇന്ന് നമുക്കൊരു ലക്ഷറി കാർ അവിടുന്ന് വില കുറച്ച് കിട്ടിയാലും ഇവിടേക്ക് നെയിം ട്രാൻസ്ഫർ കഴിയുമ്പോൾ ഇവിടുത്തെ വാഹനത്തിൻ്റെ അടുത്തുള്ള വില എത്തും. അപ്പോൾ പിന്നെ അപ്പോൾ ഈ വിഷയങ്ങൾ ഈ ടാക്സ് കൂടി വരുമ്പോൾ ഇത്രയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ടാക്സ് എന്തായാലും സർക്കാരിന് അതിജീവിച്ച് പോകണം. സർക്കാരിൻ്റെ നിലനിൽപ്പ് അത് തന്നെ. സർക്കാരിൻ്റെ നിലനിൽപ്പ് അത് വരുമ്പോഴും നിങ്ങളെപ്പോലത്തെ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാർക്ക് തുറന്നു പറയാനും കഴിയാത്ത അവസ്ഥകളും ഉണ്ട്. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഇതാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ 100 കാർ ഉണ്ടെങ്കിൽ, കേരള രജിസ്ട്രേഷനാണ് 100 കാറെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതേസമയം ഇതൊരു ഏകീകൃത ടാക്സ് സംവിധാനമാണെങ്കിൽ ഈ 100 കാറിനെ എനിക്ക് പാൻ ഇന്ത്യ എനിക്ക് വിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്ന് വാഹനം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഷോറൂമിൽ തന്നെയാണല്ലോ അതിൻ്റെ കാലാവധി തീർന്ന നമ്മൾ റിപ്പയറിങ്ങും കാര്യങ്ങളും. പൊതുവെ ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഷോറൂമിൽ പോകുമ്പം പൈസ ഇരട്ടിയാകുന്നു, പൊതുവെ പറയുന്നതാണ്. ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ അതേ പണിയുമായിട്ട് നമ്മൾ ഒരു ഓയിൽ ചേഞ്ച് ആണെങ്കിലും ഫിൽറ്റർ മാറ്റാണെങ്കിൽ നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടാൽ നമുക്ക് പകുതി പൈസ ആകും. അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് കസ്റ്റമറിന് അറിയുന്ന ഒരു നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അത് 2 രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ പാർട്സിൻ്റെ ക്വാളിറ്റി കുറച്ച് നമുക്ക് വില കുറഞ്ഞ് കിട്ടും. പക്ഷെ അതിലപ്പുറം ചില പാർട്സുകളൊക്കെ റിപ്പയറബിൾ പാർട്സുകൾ ഉണ്ടാവും. അപ്പോൾ മാനുഫാക്ചറിങ് സൈഡിൽ നിന്ന് റിപ്പയർ എന്നുള്ള ഓപ്ഷൻ ഇല്ല. അതിലാണ് ഏറ്റവും വലിയ കോസ്റ്റ് വരുന്നത്. നമുക്കൊരു ആ പ്രൊഡക്റ്റിൻ്റെ 10 പൈസക്ക് ചില സാധനങ്ങൾ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് അവർ ആ ഏരിയ അല്ലെങ്കിൽ ആ മൊഡ്യൂൾ മൊത്തമായിട്ട് മാറ്റിക്കളയുന്നൊരു സംവിധാനം ആണ് ന്യൂ കാറിൻ്റെ വർക്ക്ഷോപ്പുകളിലുള്ളത്. അതാണ് മെയിനായിട്ട് അവിടെ പ്രൈസ് കൂടാൻ കാരണം. അപ്പോൾ ഇത് രണ്ടാമത് അവരൊക്കെ ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡിലാണ് അവരെന്ത് ചെയ്യുള്ളൂ, സെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതും അവിടെ അവരൊരു ന്യൂ കാർ ഡീലർഷിപ്പിൻ്റെയൊക്കെ മാർജിൻ എടുക്കുന്ന വർക്ക്ഷോപ്പുകളിലാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു പ്രൈസ് വരും. ഈ പറഞ്ഞ ഇതേ പ്രൊഡക്റ്റ് അതേ മെറ്റീരിയൽ നമുക്ക് 1/3 പൈസക്ക് പുറത്ത് ചെയ്യാനും കഴിയും. ഞങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളിപ്പോൾ റോയൽ ഡ്രൈവ് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു ഞാൻ ചോദിച്ച ചോദ്യത്തിനൊരു മറുപടിയാണ്. അപ്പോൾ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. കസ്റ്റമറിനും എളുപ്പമാണ്, കസ്റ്റമേഴ്സിന് എളുപ്പമാണ് കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പല ആളുകളും പണമില്ലായിട്ടല്ല ലക്ഷറി കാർ വാങ്ങിക്കാത്തത്, ഇതിന്റെ മെയിൻ്റെനൻസ്. അതെ. പിന്നെ ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി, ഒരു 7 വർഷത്തിനകത്തുള്ള വാഹനമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് തന്നെ ഞങ്ങൾ 2-3 കമ്പനികളിൽ ടൈപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ ഒരു 1 lakh വണ്ടിയുടെ ഇതനുസരിച്ച് 50,000 മുതൽ 2 ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട് നമ്മൾ വർഷത്തിൽ ഒരു ഇൻഷുറൻസ് എടുത്താൽ അതിൻ്റെ എന്ത് വർക്കും ആ കമ്പനി ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുണ്ട്. അങ്ങനെയും നമുക്ക് അതിനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ ഇതിനെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി എടുത്താൽ ഇതൊരു ബാധ്യത ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുവെക്കാം. അല്ലാതെ നമ്മളൊരു വൈകാരികമായിട്ട് പോയി ചാടുമ്പോഴാണ് ലക്ഷറി കാറ് പ്രശ്നമാണ്, കോസ്റ്റ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നത്.